എണീക്കുന്നു. നീ സുബൈക്ക് എണീക്കലുണ്ടോ? എത്ര മണിക്ക് എണീക്കല്? സുബൈ ബാക്കി എപ്പോഴാണോ അതനുസരിച്ച് എണീക്കും. ചിലപ്പോ 4:30 എണീക്കും. അല്ല അങ്ങനല്ല, സുബൈക്ക് മുമ്പ് താജുദിന്റെ മുമ്പ് എണീക്കലുണ്ടോ? താജുദിന് മുമ്പ് ചില സമയത്ത് എണീക്കുന്ന സമയത്ത് താജുദ് നിസ്കരിക്കും. ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ ആണെങ്കിൽ. അതായത് നമ്മളിപ്പോ 5:30 നിസ്കാരാണെങ്കിൽ നമ്മളെ 4:30 വിളിക്കൂ. അതും 4:30 വിളിക്കുന്നത് എങ്ങനെയാ? ഓക്കെ മോനെ എണീക്കുന്ന പറഞ്ഞാല് വിളിപ്പിക്കുക. ഫസ്റ്റിന്റെ ചൂരലിനെ കൊണ്ട് അവർ അടിയാ. അതാണ് അലാറം. അതാണ് അലാറം. ഉസ്താദിന്റെ അലാറം നമുക്ക്. പക്ഷെ എനക്കെന്നെ തോന്നിയിട്ടുണ്ട് 2-3 കയറി മൂക്കിനങ്ങ് കൊടുത്താലോ നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഉസ്താദായോണ്ട് നമ്മളൊന്നും ചെയ്യാൻ പറ്റിയ റിയാലിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ മമ്മു പറഞ്ഞല്ലോ, നിങ്ങൾ താജുദ്ദീൻ എണീക്കാറുണ്ടോ അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ സത്യം എന്ന് വെച്ചാല് ഈ നിസ്കാരം എന്ന് പറയുന്നത് അത് ദർസുകളിലൊക്കെ പഠിക്കുന്ന കാലത്ത് എല്ലാവരും വിളിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം ബെല്ലടിക്കൂ. അതും എണീച്ചില്ലെങ്കിൽ കുട്ടികൾ നല്ല തണുപ്പൊക്കെ ആയിരിക്കും. അപ്പൊ അതും എണീച്ചില്ലെങ്കിൽ സീനിയേഴ്സ്മാരെ കൊണ്ട് വിളിക്കും. അതും പറ്റിയില്ലെങ്കിലാണ് അവസാനം ഉസ്താദ് വന്ന് അടിക്കുന്നത്. അപ്പൊ ഇതൊന്നും വകവെക്കാതെ ചിലപ്പോൾ ഈ മമ്മൂന് ചിലപ്പോൾ 2 അടി കിട്ടിയിട്ടുണ്ടാകും. അത് വേറെ വിഷയം. ആ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അള്ളാഹു തആല ഈ ദുനിയാവിൽ നമ്മൾ ഇറക്കിയത് തന്നെ നിസ്കരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ നിസ്കാരം അത് അല്ലാണ്ട് നമുക്ക് എന്താണ് ഒരു എക്സ്ട്രാ ഇപ്പം എന്തെങ്കിലും നമുക്ക് എക്സ്ട്രാ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളത് എടുക്കാതെ മുതലേ അത് വിടില്ല. അപ്പോൾ അതുപോലെ അള്ളാഹു തആല നമുക്ക് ഓഫറായിട്ട് തരുന്നതാണ് ഓരോ കാര്യങ്ങൾ. നമുക്ക് സങ്കടം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരുപാട് പേരോട് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് നടക്കാത്ത സമയത്ത് ആ സമയത്ത് ഹജ്ജത്തിന്റെ സമയത്തൊക്കെ എണീച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ ഉറപ്പായും കിട്ടും. അത് ഒരു സംശയവുമില്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്.